ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഏവർക്കും ഒരിക്കൽ കൂടി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള പല മെത്തേഡുകളാണ്. അതിൽ നമ്മൾ 3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു, ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്നാമത്തെ മെത്തേഡ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ആയിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഹോമോജീനിയസ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതായിരുന്നു. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരുന്നു. അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 59. സോൾവ് dy by dx plus y sec x is equal to tan x. ഇത് നമ്മുടെ ജനറൽ ഫോമിലാണ്. ജനറൽ ഫോം നമുക്ക് അറിയാമല്ലോ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജനറൽ ഫോം എന്താണ്? dy by dx plus py is equal to q എന്നാണ്. where p and q are functions of x or constants. and അപ്പോ ഇവിടെ നമുക്ക് p യുടെ dy by dx ന്റെ ടൈം അതുപോലെ തന്നെ ഉണ്ട്. y യുടെ കൂടെ sec x ആണ്. അപ്പോ ഇവിടെ p യുടെ സ്ഥാനത്ത് sec x ആണ്. q ന്റെ സ്ഥാനത്ത് നമുക്ക് tan x ആണ്. q is equal to tan x ആണ്. അപ്പൊ നമുക്ക് എഴുതാം മക്കളെ, this is a linear differential equation, linear DE, with p is equal to sec x and q equal to tan x. ഇനി നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. സോ ഇന്റഗ്രൽ പി ഡി എക്സ് is equal to ഇന്റഗ്രൽ sec x dx. sec x ന്റെ ഇന്റഗ്രൽ എന്താണ്? sec x നമുക്ക് അറിയാമല്ലോ, log sec x plus tan x. so log sec x plus tan x. ഓക്കെ, സോ നമുക്ക് ഇനി വേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. വാട്ട് ഈസ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ? e raised to integral p dx. ഓക്കെ, സോ ഇറ്റ് ഈസ് e raised to integral log e raised to നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രൽ p dx ന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് കൊടുത്താൽ മതിയാവും. സോ ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു e raised to log sec x plus tan x. മുൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു e raised to log കൂട്ടി വന്നാൽ അത് രണ്ടും നള്ളിഫൈ ചെയ്ത് പോയിട്ട് നമുക്ക് വരുന്നത് sec x plus tan x ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി നമുക്ക് sec x plus tan x. ഇനി സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള therefore the solution is y into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to ഫോർമുല ഉണ്ടല്ലോ, q into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. ഓക്കെ, സോ ഇനി നമുക്ക് എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ q ന്റെ സ്ഥാനത്ത് tan x ആണ്. tan x into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് sec x plus tan x into dx. ഓക്കെ, ഇനി നമുക്ക് ഇതങ്ങ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് sec x tan x ഒന്ന് തിരിച്ചെഴുതിയേ ഉള്ളൂ. dx രണ്ട് ഇന്റഗ്രൽ ആയിട്ട് നമുക്ക് എഴുതാം. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് ഇന്റഗ്രൽ tan square x dx. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ sec x tan x ന്റെ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ആണ് അല്ലേ? എന്താണ്? it is sec x ആണ്. sec x പ്ലസ് tan square x ന് നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഇല്ല, പക്ഷെ c square x ന് നമുക്ക് ഫോർമുല ഉണ്ട്. അതുകൊണ്ട് നമ്മൾ tan square x നെ നമ്മൾ sec square x minus 1 എന്ന് എഴുതുക. ഓക്കെ, because we can note the reason, because tan square x is equal to this is the formula c square x minus 1. okay, so that's equal to sec x plus integral sec square x dx minus integral dx. okay, this is equal to sec x plus c square x ന്റെ ഇന്റഗ്രൽ നമുക്കറിയാം tan x minus x plus c. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ y into sec x plus tan x ആണെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, സോ ദിസ് ഈസ് എ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചാൽ പിന്നെ അതിനകത്ത് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ ആവും. അത്രേ ഉള്ളൂ നമുക്ക്. ഈ ഫോർമുല പഠിക്കുക, y into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to ഇന്റഗ്രൽ q into ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. ഓക്കെ മക്കളെ, യെസ്. ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 60. സോൾവ് dy by dx plus 3y is equal to e raised to minus 2x. ഓക്കെ, ഇത് നമുക്കറിയാം ആ ഒരു ഫോർമാറ്റിലാണ്
dy by dx plus py is equal to q എന്നുള്ള ഫോമിലാണ് അല്ലേ? p യുടെ സ്ഥാനത്ത് 3 ആണ്, q യുടെ സ്ഥാനത്ത് e raised to minus 2x ആണ്. അപ്പോൾ നമുക്ക് എഴുതാം this is the linear differential equation LDE, linear differential equation with p is equal to 3 and q is equal to e raised to minus 2x. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അപ്പോൾ ലീനിയർ ആയി. ഇനി നമുക്ക് വേണം ഇന്റഗ്രൽ പി ഡി എക്സ് വേണം. ഇന്റഗ്രൽ പി ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 3 dx, that is 3x. Okay, therefore integrating factor is equal to e raised to integral p dx, that is e raised to 3x. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയി. ഇനി നമുക്ക് സൊല്യൂഷൻ ആവേണ്ടേ? Therefore the solution formula ഉണ്ട് y into integrating factor is equal to integral q into integrating factor dx. ഇതാണല്ലോ നമ്മുടെ ഫോർമുല. ഇതിനകത്ത് നമുക്ക് p യും അറിയാം, q യും അറിയാം, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒക്കെ അറിയാം. നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. That is y into e raised to 3x, that is integrating factor is equal to integral q എന്ന് പറഞ്ഞാൽ e raised to minus 2x ആണല്ലോ, into e raised to 3x dx. Okay, so that is y e raised to 3x is equal to, ഇത് നമുക്ക് അറിയാമല്ലോ, ഇത് e raised to a raised to m into a raised to n ന്റെ ഫോർമുല ആണ്. So a raised to m plus n dx. Okay, so that's equal to integral e raised to x dx, y e raised to 3x, that is y e raised to 3x is equal to integral of e raised to x is e raised to x, so plus c. So അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്, y e raised to 3x is equal to e raised to x plus c. വേണമെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ഒക്കെ വേണമെങ്കിൽ e raised to 3x കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ എഴുതാം. ബട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് നിർത്താവുന്നേ ഉള്ളൂ. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പോൾ മനസ്സിലായ മക്കളെ? ഇത് എളുപ്പമല്ലേ? ഡയറക്റ്റ് ഒന്നാമത്തെ കാര്യം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടുപിടിക്കുക, പിന്നെ നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ദ ഓൺലി തിങ്. ഓക്കെ, here is the next question number 61. Solve cos square x into dy by dx plus y is equal to tan x. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതൊരു VIP ആണ്, മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കാരണം ഇത് നമ്മൾ കുറേ വർഷങ്ങളിൽ പല തവണയായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ഇത് നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, dy by dx plus py is equal to q. അപ്പൊ ഇവിടെ dy by dx ന്റെ മാത്രം ഒരു ടേം ആണ് ആദ്യം വേണ്ടത്. അത് ഇവിടെ ഇല്ല, ഇതിന്റെ കൂടെ ഒരു cos square x ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ അത് ലീനിയർ അല്ല എന്ന് നമുക്ക് തോന്നാമെങ്കിലും, if you divide throughout by cos square x, അത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? dy by dx എന്ന് വരും അല്ലെ ഇവിടെ, കാരണം cos square x കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് y by cos square x എന്ന് വരും. എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ dy by dx വന്നു, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ y by cos square x വരും, ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ tan x by cos square x എന്ന് വരും. ആ ഒരു ഡിവിഷൻ ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. dy by dx നമുക്ക് അറിയാവുന്ന ചെറിയ സിംപ്ലിഫിക്കേഷൻ. ഇത് y into 1 by cos square നമുക്ക് sec square x എന്ന് എഴുതാം. ഇതിനെയും tan x into നമുക്ക് c square x എന്ന് എഴുതാം. ഓക്കെ, ഇനി ഒന്ന് കമ്പയർ ചെയ്ത മക്കളെ, dy by dx ന്റെ മാത്രം ഒരു ടേം, y ഉള്ള ഒരു ടേം കണ്ടോ, വൈയുടെ കൂടെ p ഉണ്ട്, ഇതിന്റെ y ഇല്ലാത്തൊരു ടേം. y ഇല്ലാത്ത ടേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? q എന്ന് വിളിക്കുക. അപ്പൊ ഇതൊരു ലീനിയർ ആയി. Even though it seems to be a non-linear differential equation, if you're dividing throughout by cos square x, that can be transformed into a linear differential equation. So that's the method here. Now we can simplify this. So this is a linear differential equation. So you can write this is the linear differential equation with p is equal to sec square x and q is equal to what? Tan x into sec square x. Okay, now we can simplify. So we need to find integral p dx.
right? So it is equal to integral sec square x dx. Sec square x ന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാമല്ലോ, tan x ആണ്. Therefore the integrating factor, what is integrating factor? E raised to integral p dx. ഈ ഫോർമുല എഴുതിക്കോണം. That is e raised to tan x. Okay. Therefore what is the solution? Therefore the solution is y into integrating factor. ഇവിടെയും ഫോർമുല എഴുതണം, integral q into integrating factor dx. That's equal to y into e raised to tan x is equal to integral q. Q എന്ന് പറഞ്ഞാൽ tan x into sec square x ആണ്, into integrating factor is e raised to tan x dx. Okay, that is y into e raised to tan x. ഇവിടെ കണ്ടോ, ഇവിടെ മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഈസിയാണ്. u equal to ഈ tan x ന് കൊടുത്താൽ മതിയാവും. tan x ന് u എന്ന് കൊടുത്താൽ du എന്ന് പറഞ്ഞാൽ എന്ത് വരും? tan x ന്റെ ഡെറിവേറ്റീവ് sec square x ആണല്ലോ. അപ്പോൾ du by dx is equal to sec square x or du is equal to sec square x dx. അപ്പോൾ കണ്ടോ, നോക്കിക്കേ, ഈ sec square x dx ന് പകരം നമുക്ക് du എന്ന് കൊടുക്കാം. So this becomes integral tan x ന് u എന്ന് കൊടുത്താണ്, u into e raised to u du എന്ന് വരും. നോക്കിക്കോ, tan x ന് u എന്ന് കൊടുത്തു, sec square x dx ന് du എന്നായി, പിന്നെ e raised to u. ഓക്കെ, ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണമല്ലോ, കീപ്പിംഗ് u as the first function. So first into integral of e raised to is e raised to u minus integral of derivative of u with respect to u ആയതുകൊണ്ട് 1 വരും, e raised to u അതുപോലെ തന്നെ. That is u e raised to u minus integral of e raised to is e raised to u plus c. ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാം. So that's equal to e raised to u is tan x. So it is നമുക്കൊന്ന് തിരിച്ചെഴുതാം, this tan x into e raised to tan x minus e raised to tan x plus c. ഇവിടെ നമുക്ക് y into e raised to tan x. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു e raised to tan x കൊണ്ട് ത്രൂ ഔട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. തൽക്കാലം നമുക്ക് അതുകൊണ്ടൊന്ന് എഴുതിയേക്കാം, e raised to tan x കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ y എന്നാവും, ഇവിടെയോ tan x എന്നാവും, ഇവിടെയോ e raised to tan x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, പ്ലസ് the c by e raised to tan x എന്ന് വരും. Or we can write it as tan x minus 1 plus c into ഇത് മുകളിലോട്ട് ചെല്ലുമ്പോൾ e raised to minus tan x. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം. പക്ഷേ അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എഴുതിയാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സിംപ്ലിഫൈഡ് ഫോർമുല ആയിട്ട് കിട്ടും. ഇവിടെ കൊണ്ട് നമുക്ക് എഴുതിയാലും അൺലെസ് ഇറ്റ് ഈസ് എ ട്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് എഴുതി നിർത്താം. ഓക്കെ, അപ്പോൾ മനസ്സിലായ മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 62. സോൾവ് x log x into dy by dx plus y is equal to 2 by x into log x. ഇവിടെ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇതും ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല പ്രത്യക്ഷത്തിൽ. ലീനിയറിന്റെ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, dy by dx പ്ലസ് py is equal to q എന്നാണ്. പക്ഷെ ഇവിടെയും അത് അങ്ങനെയല്ല, ഇവിടെ dy by dx ന്റെ കൂടെ ഒരു x log x ആണ്. So നേരത്തെ പോലെ തന്നെ we are going to divide throughout by x log x. x log x കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ x log x ക്യാൻസൽ ആയി പോയിട്ട് dy by dx വരും പ്ലസ് y. അപ്പോൾ അവിടെ x log x കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് ചെയ്തു. ഇവിടെയും 2 log x ഉണ്ട്, ബൈ x ആണ്, ബൈ ഒരു x log x. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതങ്ങനെ തന്നെ എഴുതാം, dy by dx പ്ലസ് y by x into log x, അതിന് മാറ്റമില്ല. പിന്നെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, ദാറ്റ് ഈസ് 2 log x by x into ഇതിനെ ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ log x കട്ടായി പോകും,
അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് dy by dx പ്ലസ് y by x log x is equal to 2 by x square. ഓക്കെ, ഇനി ഇപ്പോൾ ഇതൊരു ലീനിയറിന്റെ ഫോർമുല ആയില്ലേ. ദിസ് ഇസ് ദ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് p is equal to y യുടെ കൂടെ ഉള്ളത് അല്ലേ 1 by x log x and q is equal to 2 divided by x square. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ പി ഡി എക്സ് വേണം. വാട്ട് ഈസ് ഇന്റഗ്രൽ പി ഡി എക്സ്? ഇന്റഗ്രൽ 1 by x log x dx. ഓക്കെ, ഇവിടെ നമുക്കറിയാമല്ലോ, നമ്മൾ log x ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ, ഇപ്പോൾ du is equal to log x എന്ന് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ du by dx എന്ന് പറഞ്ഞാൽ 1 by x വരും, ഓർ du is equal to dx by x എന്ന് വരും. അപ്പോൾ ഇത്രയും ഭാഗത്തിന് പകരം നമുക്ക് du എന്ന് എഴുതാം. 1 by log x ന് u എന്ന് കൊടുത്തു. സോ 1 by u du. നോക്കിക്കേ, dx by x ന് du എന്ന് കൊടുത്തു, log x ന് പകരം u എന്ന് കൊടുക്കണം. സോ 1 by u du. 1 by u ന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാമല്ലോ, ദാറ്റ് ഈസ് log u. log u ദാറ്റ്സ് ഈക്വൽ ടു log x. ഓക്കെ, that is integral p dx. So what is the integrating factor? E raised to integral p dx, that is e raised to log x. നമുക്കറിയാം e raised to ന്റെ കൂടെ log വന്നാൽ അത് രണ്ടും നള്ളിഫൈ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് കിട്ടും. അപ്പോൾ ഈ ലോഗും ഇയും കൂടെ പോയിട്ട് നമുക്ക് ബാക്കി കിട്ടുന്ന log x എന്ന് മാത്രമായിട്ട് കിട്ടും. that is the integrating factor. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇനി നമുക്ക് സൊല്യൂഷനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. സോ സൊല്യൂഷൻ ഈസ് y into integrating factor is equal to integral q into integrating factor dx. That is y into integrating factor എന്ന് പറഞ്ഞാൽ log x ആണല്ലോ. സോ y log x is equal to integral q. q എന്ന് പറഞ്ഞാൽ 2 by x square ആണ്, into integrating factor is log x dx. ഓക്കെ, ഇനി that is y log x is equal to, ഇവിടെ നമുക്ക് ഈ 2നെ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ x raised to -2 into log x dx. ഓക്കെ, now integration by parts apply ചെയ്യാം. സോ ഫസ്റ്റ് log ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കേണ്ടത്. So it is left side മാറ്റില്ല, y log x is equal to 2 times first into log x into integral of x raised to -2. അത് നമുക്കറിയാം, x raised to -1 by -1 അല്ലേ, മൈനസ് integral of log x ന്റെ ഡെറിവേറ്റീവ്, that is 1 by x. ഇത് അതുപോലെ തന്നെ 1 by x into x raised to -1 by -1 dx. Okay, so that's equal to 2 times log x into, ഇതിനെ നമുക്ക് -1 x raised to -1 നെ 1 by x എഴുതാം. ഈ മൈനസ് മുകളിലേക്ക് കൊണ്ടുപോയി മൈനസ്. ഓക്കെ, മൈനസ്. ഇനി നമുക്ക് ഇവിടെ ഒരു മൈനസ് ഇതുപോലെ തന്നെ പുറത്ത് കിടപ്പുണ്ട്. ആ മൈനസിനെയും കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് ആവും. ഓക്കെ, സോ ഇറ്റ് ഈസ് 1 by x ഇവിടെ ഉണ്ട്, x raised to -1 നമുക്ക് താഴോട്ട് കൊണ്ടുവന്നാൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ്, അത് ആദ്യം എഴുതി, 2 log x by x പ്ലസ് ഇന്റഗ്രൽ 1 by x square dx. Okay, so that is equal to minus 2 log x by x. ഇതിന് നമുക്ക് മുകളിലോട്ടുണ്ടല്ലോ, അപ്പോൾ എന്താവും, x raised to -2 dx ആവും. So that is equal to minus 2 log x divided by x plus x raised to -1 by -1 plus c. So that's equal to minus 2 log x divided by x minus e minus ingottu kondu x raised to -1 ine 1 by x plus c. Okay, so that is equal to, നമുക്ക് വേണമെങ്കിൽ ഒരു -2 by x നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് log x എന്നാകും, -2 by x പോന്നു,
-2/x വേണമെന്നില്ല, നമുക്ക് വേണമെങ്കിൽ ഒരു മൈനസ് ഓക്കെ. സോ ഇത് പ്ലസ് ആകും 1. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഈ 2 എന്നുള്ളത് കോമൺ ആയിട്ട് ഇടേണ്ടതായിരുന്നു. കണ്ടോ, ഇവിടെ 2 ആ ബ്രാക്കറ്റ് നമ്മൾ കോമൺ ആയിട്ട് അവിടെ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കോമൺ ആയിട്ട് വരുന്നതാണ്, അതാണ് ചെറിയ മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ ഇവിടെയും വരും ഒരു 2, ഇവിടെയും ഒരു 2 വരും, എല്ലാ ടൈമിൻ്റെയും കൂടെ ഒരു 2 വരും. അതാണ് നമുക്ക് വന്ന ഒരു മിസ്റ്റേക്ക്. അത് അപ്പോൾ ഇവിടെയും ഒരു 2 ഉണ്ടാവും, 2 ഇവിടെയും ഉണ്ടാവും, ഒരു 2 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 2/x പുറത്തെടുത്തപ്പോൾ കുഴപ്പമില്ല, -2/x കോമൺ എടുക്കാം. log x, പിന്നെ പോയിട്ട് log x ഉണ്ടല്ലോ, log x മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ -2/x പോകുന്ന 1 വരും, പ്ലസ് c. So this is y log x. Okay, so the final solution is y log x is equal to -2/x into log x plus 1 plus c. ഓക്കെ മക്കളെ, മനസ്സിലായോ? യെസ്. അപ്പോൾ നമ്മൾ ഈ 2 കോമൺ ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻ മാത്രമാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഈ ഫോർമുലയാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണെന്നും അതുപോലെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഈ ഫോർമുല എന്താണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, എങ്കിലേ ഉള്ളൂ നിങ്ങൾക്കിത് സ്പീഡ് കിട്ടുന്നുള്ളൂ. ഓക്കെ, here is the next question, question number 63. Solve 1 plus x square into dy plus 2xy dx is equal to cot x dx. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയില്ല, പക്ഷെ നമുക്കതിനെ ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുമോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം ഇവിടെ ഒരു 1 plus x square ഉണ്ട്, ഇതിനെ ഒന്ന് ത്രൂ ഔട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ 1 plus x square into dy plus 2xy into dx is equal to ഇത് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 1 plus x square ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇംപ്ലൈസ് എന്ത് വരും, 1 plus x square കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ dy വരും. ഇവിടെ 2xy into dx by 1 plus x square എന്ന് വരും, equal to cot x by 1 plus x square into dx എന്ന് വരും. ഇവിടെ ഒരു dx ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ dx കൊണ്ടും കൂടെ ഒന്ന് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തതിന് പകരം ഒരു dx കൂടെ കൂട്ടി ഡിവൈഡ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഈ dx ഒന്ന് കട്ടായി പോകും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പോൾ 1 plus x square into dx കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 plus x square കട്ടായി പോകും, dy ഇവിടെ ഉണ്ടാകും, താഴെ ഒരു dx കൂടെ വരും. ഇവിടെ നമുക്ക് ഈ 1 plus x square കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ ഒരു 1 plus x square വരും, 2x ഉം y ഉം വരും, dx കട്ടായി പോകും. ഇവിടെ നമുക്ക് cot x by 1 plus x square എന്ന് വരും, dx കട്ടായി പോകും. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കാം മക്കളെ, ഇതിപ്പോൾ dy by dx ന്റെ ടേം, ഇത് p യുടെ ഒരു ടേം, ഇത് q ന്റെ ടേം. അപ്പോൾ ഇതൊരു ലീനിയർ ആയി. ദിസ് ഇസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് p is equal to 2x by 1 plus x square and q is equal to cot x by 1 plus x square. ഇനി നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇന്റഗ്രൽ p dx വേണം. That's equal to integral 2x by 1 plus x square into dx. അല്ലേ, നമുക്കറിയാം ഇതിനൊരു u അടിച്ചാൽ പൊട്ടടിച്ചു കഴിഞ്ഞാൽ u is equal to 1 plus x square കൊടുത്താൽ du എന്ന് പറഞ്ഞാൽ 2x dx എന്ന് വരും. അപ്പോൾ ഈ ഒരു ഇന്റഗ്രൽ p dx എന്നുള്ളത് എന്തായി മാറും നമുക്ക് നോക്കാം. ഇന്റഗ്രൽ p dx എന്നുള്ളത് is equal to ഇന്റഗ്രൽ ഇത് du എന്നാവും, du by u എന്നാവും, that is log u എന്നാവും. ഓക്കെ, therefore integrating factor is equal to e raised to integral p dx, that is e raised to log u, that is e യും ലോഗും പോയിട്ട് u എന്ന് വരും, u എന്ന് പറഞ്ഞാൽ 1 plus x square വരും. അപ്പോൾ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ നമുക്ക് കിട്ടി. ഓക്കെ,
ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ സൊല്യൂഷനാണ്. Therefore, the solution is formula y into integrating factor is equal to integral q into integrating factor dx. That is y into 1 plus x square is equal to integral q. Q എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? cot x by 1 plus x square into integrating factor is 1 plus x square dx. ഇത് രണ്ടും കട്ടായി പോകും. So y into 1 plus x square is equal to integral cot x dx. Right? Cot x ന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാമല്ലോ, log sin x. Right? Plus c ഇങ്ങോട്ട് വരും. So y into 1 plus x square is equal to log mod sin x plus c. So that is the solution. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ ആണെന്ന് പറയില്ല. പക്ഷെ ഇതിനെ നമുക്ക് ഈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കതിനെ ഈസി ആയിട്ടൊരു ലീനിയർ ഇക്വേഷൻ ആക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആണോ എന്ന് തിരിച്ചറിയാം. പിന്നെ പിയും ക്യൂവും കണ്ടുപിടിക്കുക, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക, എഴുതുക. ഇത്രയാണ് ഇതിനകത്ത് സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഓക്കെ മക്കളെ, here is the next question, question number 64. Solve x into dy by dx plus y minus x plus xy cot x is equal to 0. ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലീനിയർ അല്ല എന്ന് തോന്നാം. പക്ഷെ നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് ലീനിയർ ആക്കി എടുക്കാൻ സാധിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് x into dy by dx മാറ്റമില്ല. ഇവിടെ നമുക്ക് വൈഡ് ഒരു ടേം ഉണ്ട്, ഇവിടെ വൈഡ് ഒരു ടേം ഉണ്ട്. അത് നമുക്കൊന്ന് ക്ലബ് ചെയ്യാം. y ഇൻറ്റു ഇതിനെന്ത് y പോകുന്ന പിന്നെ 1 വരും, ഇവിടുന്ന് y പോകുന്ന പിന്നെ x cot x വരും. ഈ മൈനസ് എക്സിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, അപ്പൊ പ്ലസ് എക്സ് ആവും. ഓക്കെ മക്കളെ, സോ x ഇൻറ്റു dy by dx പ്ലസ് y ഇൻറ്റു 1 പ്ലസ് x cot x is equal to x എന്ന് പറയും. ഇതിനെ നമുക്ക് ഇനി ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ x കൊടുത്താൽ എന്ത് സംഭവിക്കും? So it is dy by dx plus y into 1 plus x cot x divided by x, അത് ഒരുമിച്ച് എഴുതാം, is equal to x by x 1 എന്ന് വരും. ഇനി നോക്കിക്കേ, ഇത് നമ്മുടെ dy by dx plus py is equal to q എന്നുള്ള ഫോമുല അല്ലേ വിത്ത്. അപ്പൊ ഇതൊരു ലീനിയർ ആയി. It's a linear differential equation with p is equal to ഇത്രയും വരും 1 plus x cot x divided by x and q is equal to 1. Okay, ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വേണം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ is equal to integral e raised to integral p dx ആണ്. അതിന് നമുക്ക് ആദ്യം ഇന്റഗ്രൽ p dx കണ്ടുപിടിക്കാം. ഇന്റഗ്രൽ p dx, that is integral 1 plus x cot x divided by x dx. Okay, that's equal to നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം 1 by x dx plus integral x cot x divided by x dx. ഈ x കട്ടായി പോകും. This is log x plus cot x ഉണ്ട്, നമുക്കറിയാം log sin x ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ log a plus log b എന്നാണല്ലോ, അതുകൊണ്ട് നമുക്ക് log a b എന്ന് എഴുതാം, x sin x. Okay, that is integrating integral p dx. Therefore integrating factor, what is integrating factor? E raised to integral p dx, that is e raised to log x sin x. ഈ റേസ്റ്റും ലോഗും കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കിട്ടും, ദാറ്റ് ഈസ് x sin x. Okay, therefore the solution is y into integrating factor is equal to integral q into integrating factor dx, that is y into x sin x is equal to integral q എന്ന് പറഞ്ഞാൽ 1 ആണ്, x sin x dx. Okay, ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ x ആയിട്ട്, സോ x ഇൻറ്റു ഇന്റഗ്രൽ sin x ഈസ്
minus cos x minus integral of x ന്റെ ഡെറിവേറ്റീവ് 1 minus cos x dx. So that's equal to minus x cos x plus integral cos x dx. Okay, that's equal to minus x cos x plus cos x ന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാമല്ലോ sin x plus c. സോ ഇത് നമുക്ക് വേണമെങ്കിൽ എഴുതാം y x y sin x അങ്ങനെ വേണമെങ്കിൽ എഴുതാം equal to. So that is the solution. വേണമെങ്കിൽ നമുക്ക് ഒരു x sin x കൊണ്ട് വേണമെങ്കിൽ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ സിംപ്ലിഫൈ ചെയ്താം. അപ്പോൾ വേണമെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് എഴുതിയേക്കാം ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ x sin x. അപ്പോൾ ഇത് y എന്നാവും y is equal to x sin x കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x x കട്ടായി പോവും cos x by sin x എന്ന് പറയുമ്പോൾ cot x എന്നാവും. ഇവിടെ sin x ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by x എന്നാവും പ്ലസ് c c by തീർന്നില്ല c by x sin x. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആക്കി എഴുതാം. ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ട് എഴുതിയാലും മതിയാവും, ഇത്ര എഴുതി നിർത്തിയാലും മതിയാവും. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്റഗ്രേഷന്റെ ഈ മീൻസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഈ മെത്തേഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ബട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ.